ഭാരതികളുടെയും ശരീരത്തിൽ ഋതം പോലെ പടർന്നു കയറുവാൻ മറ്റാർക്കും സാധിച്ചിട്ടുമില്ല. ഒടുക്കം ഇന്റർ മിയാമിയിൽ തീർത്ത നാച്ചുറൽ ആർട്ടിസ്റ്റ് ലിയോ നിമിഷം വരെ. അയാളുടെ ഇടങ്കാലിൽ ഇന്നും ആ തുകിൽപ്പന്ത് മയങ്ങി വീഴുന്നത് കാണാം. ഇന്നും അയാളുടെ ഹൃദയത്തെ പ്രണയിക്കുന്നത് കാണാം. ഒരു കാമുകി എന്നോണം അയാളുടെ സ്പർശത്തെ അനുഭവിച്ചറിയുവാൻ കാത്തു നിൽക്കുന്നത് കാണാം. അത് ലിയോ, നിങ്ങൾ അവസാനിക്കുന്നില്ല. അയാൾ അവസാനിച്ചാൽ കാൽപന്തിൻ്റെ ഹൃദയത്തുടിപ്പ് പോലും നിലയ്ക്കുവാൻ ആരംഭിക്കുമായിരിക്കും. പുൽമൈതാനങ്ങൾ പോലും അലസത പോകുമായിരിക്കും. പച്ച നിറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അരിയാനയിലെല്ലാം അയാളാണ് നിലാവ്, അയാൾ തന്നെ അഗ്നിയും, അയാളാണ് ജീവിതം, അയാൾ തന്നെ മരണവും, അയാളാണ് പ്രണയം, അയാൾ തന്നെയാണ് നീരസവും, അയാളാണ് ഈ ഗെയിമിന് ജന്മം കൊടുത്ത എന്നത്തെയും എക്കാലത്തെയും ഏറ്റവും മികച്ചവൻ. ഇന്ന് അയാളുടെ ജീവിതത്തിൽ വയസ്സ് മറ്റൊരക്കത്തെ കൂടി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇടനെഞ്ചിൽ നിലയ്ക്കാത്ത മേളപ്പെരുപ്പം തീർത്ത കാൽപന്തിൻ്റെ തമ്പുരാന് നിരാശപ്പെടുത്തിയതിനേക്കാൾ 100 മടങ്ങ് സന്തോഷം പകർന്ന ഏറ്റവും മികച്ചവന് ഒരു ജന്മദിനാശംസകൾ കൂടി. ഇത്രയും കാലം നിങ്ങളെ പുൽകാതിരുന്നതിന് ആ കിരീടങ്ങൾക്കായിരുന്നു നഷ്ടബോധം. ഇനിയും അത്തരക്കാർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും പച്ചപ്പുലിനെ തീപിടിപ്പിക്കണം. ഇനിയും ആ ഇടങ്കാലുകൊണ്ട് എതിർ ഡിഫൻഡർമാരുടെ ശ്രമങ്ങളെ നിർവീര്യമാക്കണം. വിമർശകരുടെ മുൻചിന്തകളെ തീപിടിപ്പിക്കണം. മോഹനമായ കേളി ശൈലി കൊണ്ട് ഞങ്ങളെ ആനന്ദത്തിൽ ആറാടിപ്പിക്കണം. നിങ്ങൾ ഈ കാവ്യം എന്നെഴുതി അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമില്ല. എങ്കിലും ഓരോ അവസാന വരി അതിലേക്ക് ചേർക്കുമ്പോഴെല്ലാം ഞങ്ങളതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. അവിടെയെല്ലാം ഓരോ യുദ്ധങ്ങളിലും അമരനായി നീ വിജയിച്ചു നിൽക്കണം. ഞങ്ങൾക്ക് മുന്നിൽ ഉദിച്ചു നിൽക്കണം. കാൽപന്ത് കാവ്യത്തിലെ ഏറ്റവും മികച്ച കാവ്യമായി.